മകളെ, ഇതാ അനുഗ്രഹം തുറക്കുന്ന ഒരു അഭിഷേകത്തിന്റെ താക്കോൽ നമുക്കെല്ലാവർക്കും നൽകാൻ പോകുകയാണ്. ഭൂമിയിലും സ്വർഗത്തിലും അടഞ്ഞ വാതിൽ തുറക്കുന്ന താക്കോൽ നമുക്കിന്ന് സ്വന്തമാക്കണ്ടേ? വിവിധങ്ങളായ രാജ്യങ്ങളിലും കുടുംബങ്ങളിലും കുടുംബത്തിന്റെ മുറികളിലും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതാ അനുഗ്രഹത്തിന്റെ താക്കോൽ നൽകുകയാണ് വചനമാകുന്ന യേശു ഈ 3 മിനിറ്റ് പ്രാർത്ഥനയിലൂടെ. വചനം പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 17-ാം വാക്യം. കാരുണ്യം അനുഗ്രഹത്തിന്റെ ആരാമം പോലെയാണ്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കും. എന്താണ് അനുഗ്രഹത്തിന്റെ താക്കോൽ? കരുണയും ദാനധർമ്മവും മനുഷ്യരെ ദൈവീക മനുഷ്യരാക്കി തീർക്കുന്ന, സ്വർഗീയ മനുഷ്യരാക്കി തീർക്കുന്ന ആരാമം പോലെയാണ്. പൂന്തോട്ടം എല്ലാവർക്കും സന്തോഷമല്ലേ? വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണാൻ എന്തൊരു സൗന്ദര്യമല്ലേ? ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മറക്കാൻ പൂന്തോട്ടത്തിനടുത്ത് പോയി നിൽക്കാറുണ്ടോ? നല്ല മനോഭാവങ്ങൾ ഹൃദയഭാരം കുറയ്ക്കും, മനസ്സിന്റെ ശാന്തതയിൽ ലയിപ്പിക്കും, ജീവിതത്തിന് ആയുസ് കൂട്ടുമെന്നാ പറയുന്നത്. ബന്ധങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആരാമങ്ങൾ സഹായിക്കും. കാരുണ്യവും ദാനധർമ്മവും ദൈവം നമുക്ക് നൽകുന്ന ഒരു അമൂല്യമായ സമ്പത്താണ്. നല്ല മനോഭാവമുള്ളവർക്ക് വിജയം ലക്ഷ്യമല്ല, ഏറ്റവും നന്നായി പ്രവർത്തിക്കുക അതായിരിക്കും അവരുടെ ലക്ഷ്യം. ഏറ്റവും നന്നായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഫലം ദൈവം തന്നുകൊള്ളുമെന്ന്, വേറെ യാതൊരു ചിന്തയുമില്ല. പാവപ്പെട്ടവരോട്, വൈരൂപ്യമുള്ളവരോടും, ഭിന്നശേഷിക്കാരോടും, എല്ലാം തകർന്നവരോടും, ദരിദ്രരോടും കരുണ കാണിക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ മറക്കരുത്. ദൈവം ദാനമായി നമുക്ക് നൽകിയത് ദാനമായി കൊടുക്കുക. സമ്പത്ത്, ആരോഗ്യം, കഴിവുകൾ, സമയം, എവിടെവരെ ദാനധർമ്മം സൽപ്പേരിന് വേണ്ടിയുള്ള പരസ്യ പലകയായി തീരരുത് കേട്ടോ. കൊടുത്തു വളരുക, കൊടുക്കുന്തോറും വർദ്ധിക്കും. സമ്പത്ത് സുവിശേഷ വേലയ്ക്ക് കൊടുക്കാറുണ്ടോ? സമയം സുവിശേഷ വേലയ്ക്ക് കൊടുക്കാറുണ്ടോ? എങ്കിൽ ദൈവസന്നിധിയിൽ നീ സ്വീകാര്യനായ മനുഷ്യനാണ്. കരുണ കാണിക്കുന്നവർ, ദാനം ചെയ്യുന്നവർ ആരാമം പോലെയാണ്. അവരുടെ സമ്പത്ത് എന്നും നിലനിൽക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മകളെ, അനുഗ്രഹത്തിന്റെ ആരാമങ്ങൾ, എന്നെന്നും നിലനിൽക്കുന്ന കവാടങ്ങൾ ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ച എല്ലാവർക്കും തുറന്നു തരട്ടെ. എല്ലാവരുടെ രോഗങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. എല്ലാവരുടെയും ആശകളെ, ആഗ്രഹങ്ങളെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, പ്രാർത്ഥനാ നിയോഗത്തിൽ പങ്കെടുത്തവരും ഇത് ഷെയർ ചെയ്യാൻ വളരെ ദാഹത്തോടെ കാത്തിരിക്കുന്നവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും